നമസ്കാരം. വളരെയധികം പ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതായ സമയമാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചാണ്, അഥവാ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിൽ ചില രാശിക്കാരെ വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന, കാത്തിരിക്കുന്ന സമയമാകുന്നു. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വ്യാഴം അസ്തമിക്കാനായി പോവുകയാണ്. അത് ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുകൂലമായ ഫലം നൽകും. അവർക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് സാമ്പത്തികമോ കരിയറുമായി ബന്ധപ്പെട്ടോ പലവിധ മാറ്റങ്ങളായിരിക്കാം. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ അസ്തമയം ഈ രാശിക്കാർക്ക് ശുഭകരമായി തന്നെ കണക്കാക്കുന്നതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ജൂൺ മാസം ഈ 5 രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അസ്തമയവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയമാകുന്നു. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നാളുകാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ ഈ അസ്തമയം നിമിത്തം പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും. സ്ഥാനക്കയറ്റം മാത്രമല്ല, ജീവിതത്തിൽ പല വിധത്തിലും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്താം. വരുമാനത്തിൽ ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വർധനവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെയും ധനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. തൊഴിൽപരമായി ചില പ്രയാസങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും പല വിധത്തിലും സഹായങ്ങളാൽ ഈ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ബിസിനസ് പരമായി ചില മാറ്റങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പല കാര്യങ്ങളിലും പിന്തുണ വർദ്ധിക്കുകയും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുകയും ചെയ്യാം. എന്നാൽ ഈ മാസം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ചിലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അസ്തമനം ഇടവം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. പല വിധത്തിലും മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. ജീവിതത്തിൽ പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതത്തിൽ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാൻ സാധിക്കും. അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തി എന്ന് വരാം. ചില കാര്യങ്ങൾ പ്രതികൂലമായി തീരും. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി പുതിയ അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടുള്ളതല്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുന്നതായ തരത്തിൽ ലാഭം, അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്താം. സ്ഥിര വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സ്ഥിര വരുമാനം ലഭിക്കുകയോ താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. കൂടാതെ പല വ്യക്തികളിൽ നിന്നും സഹായം തേടിയെത്തുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മകരം രാശി.
മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അസ്തമനം പല രീതിയിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. വരുമാനം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സഹായങ്ങളാണ് എങ്കിലും ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന സമയം കൂടിയായി ഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ചതിക്കുഴികൾ തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ഈ സമയം പ്രധാനമായും ചില അവസരങ്ങൾ തൊഴിൽപരമായി നിങ്ങളെ തേടിയെത്താം. താൽക്കാലികമായ ജോലിക്കായുള്ള ശ്രമങ്ങൾ പോലും വിജയം കാണുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ചതി പ്രതീക്ഷിക്കുക. കൂടാതെ ചില വ്യക്തികളുമായി തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. വ്യാഴത്തിന്റെ അസ്തമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും എന്ന് തന്നെ പരാമർശിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. ചില തിരിച്ചടികൾ വന്നു ചേരും, എങ്കിലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രതിസന്ധികൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും മികച്ചതായ ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും എടുക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായത്താലും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കും. നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് സാഹചര്യം അനുകൂലമായി തീരും. വ്യാഴത്തിന്റെ അസ്തമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അസ്തമയം നേട്ടങ്ങളുടെ ഒരു സമയമായി തന്നെ മാറാം. പല വിധത്തിലും അനുകൂലമായ മാറ്റങ്ങൾ, പ്രതീക്ഷിക്കാതെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ സാഹചര്യം, വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം, സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്താം. പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുക, വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക ലാഭങ്ങൾ തേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം സമൃദ്ധിയും സമ്പത്തും ജീവിതത്തിലേക്ക് കടന്ന് വരാം. എങ്കിലും ചില തടസ്സങ്ങളാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് കാലതാമസം നേരിട്ടു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇരട്ടി നേട്ടങ്ങളിലേക്ക് നയിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, പല വിധത്തിലും സഹായമായി ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളാൽ
മറ്റു ചിലരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗ്യം കുറയ്ക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആരോഗ്യ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയവും നേട്ടങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായ സമയവുമാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.